എവിടെ പോയി? ഓ, രാവിലെ എങ്ങോട്ടാ പോകണ്ടെന്ന് നോക്കുമായിരിക്കും. അതല്ലെന്നേ, ഇതിൽ പാലയും കോഴയൊന്നും കാണാനില്ല. ഓ, ആ വൈദ്യരപ്പുറത്ത് വന്നിട്ടുണ്ട്, തിരക്കായിരുന്നു. ആ, ചേട്ടത്തി ഇച്ചിരി നീങ്ങിന്നേ. എന്നാത്തിനാ? ആ, കാണാലോ. അല്ലാഹുവേ നാഥ, കൃഷ്ണ ഗുരുവായൂരപ്പ, കർത്താവേ എന്റെ പൊന്നിടിങ്ക രക്ഷിക്കണേ. ഒറിജിനലാണല്ലോ. ഇവൻ 5 നിറം കാണിക്കും. വൈദ്യമുല്ല കണ്ടിട്ടുണ്ടോ? ഞാനത് 2-2.5 വരെ കണ്ടിട്ടുണ്ട്. ഈ ശരീരത്തിന് അതൊക്കെ ധാരാളമാണ്. അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നീട്ടണ്ട, നന്നായിട്ടൊന്ന് കുറുക്കിയേ. ഒറ്റ തൊണ്ടിരെ ആകാശം. എന്നാ വരുവാന്നേ? ഇന്ന് എന്നാ കഴിക്കാൻ? പുട്ടുമുട്ടെ. ഇന്നലെ മുട്ടയും പുട്ടും. ചേഞ്ചുള്ള ഫുഡേ ഉണ്ടാക്കത്തുള്ളൂ. വായ്ക്ക് രുചിയുള്ള എന്നെ ഉണ്ടാക്കേണ്ട ഇടത്തി. വണ്ടിയുടെ കേന്തേ? ഇടത്തെ കയ്യിലിരിക്കണവൻ എന്നാ വണ്ടിയാണോ? ദാണ്ട കിടക്കും. കറുപ്പൊക്കെ ഇട്ട് രാവിലെ മലയ്ക്ക് പോവാണോ? പൊതുമരാമത്ത് സെക്രട്ടറി ഉഷാദേവി എന്ന് കാണണം. എന്നാ ഭവതി വരുന്നോ? എന്നാ അറിയണം. ചാരായം കുടിക്കരുതേ, ധനം നശിച്ചിടും, മനക്കേട് വരുത്തിടും. അതുകൊണ്ട് ചാരായം കുടിക്കരുതേ, ധനം നശിച്ചിടും, മനക്കേട് വരുത്തിടും. അതുകൊണ്ട് ചാരായം കുടിക്കരുതേ. എന്റെ ജബ്ബാർ എങ്ങനെ സ്വന്തം തൂക്കുകെട്ടെ നോക്കിയിരിക്കാതെ താളം പിടിയെന്നേ. എന്റെ കുട്ടിയപ്പ രാത്രിയിൽ അടിച്ച രാവിലെ ഇങ്ങനെ. അതിന് രാവിലെ അടിക്കണം, അല്ല ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ച ഹാങ് ഓവർ മാറത്തില്ല. അതിന് പച്ചത്തേങ്ങാണല്ലോ. ആണ്. ഈ ചാരാഞ്ഞൊരു ചോമാർ അറിഞ്ഞില്ലേ, പിന്നെ എന്നാ പോയി പാടുന്നേ? ഇത് നമ്മുടെ ദേശീയഗാനമല്ലേ? അയ്യോ, എഴുന്നേറ്റ് നിക്കണോ? പറ്റുവാണേ ശ്രമി. എന്നെ മനസ്സിലായോ? ജബ്ബാറല്ലേ? കുട്ടിയപ്പോ പിള്ളേച്ചൻ. പിള്ളേച്ചൻ വിത്ത് ഹസ്ബൻഡ് ആണല്ലോ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടല്ലോ. പോകുന്നില്ലേ? സ്റ്റാർട്ട് ആവത്തില്ല. ആണ്ടിരിക്കുന്ന വിളിച്ച് ചവിട്ടിക്ക്. എത്ര നേരമായിട്ട് ഇവിടെ ഇരിക്കാന്നറിയാമോ? ഇയാൾ ഇവിടെ പോയി കിടക്കുവോ? ഇന്നലെ ഒരു ആനയുടെ ആരും പറഞ്ഞില്ലായിരുന്നു. അന്ന് പോയി തപ്പണം. ഇയാളോട് വാ. അപ്പൊ സ്കൂട്ടർ അതിവിടെ എവിടെ വെയ്യുന്നേ? അപ്പന് വരുമ്പോൾ വിട്ടേക്കണേ. ഇയാളൊന്ന് സമാനപ്പെടുന്നു. ബീഹാറിനൊന്നുമല്ല പോ ലഡാക്കോല്. ഇയാളെ പപ്പന് വരുന്നോണ്ട് വിട്ടേക്കാന്നേ. അങ്ങോട്ട് കയറും. കുട്ടിയപ്പ ബൈ. പച്ചത്തേങ്ങ ബെസ്റ്റ്. ഓൾ റൈറ്റ്. കുട്ടിയപ്പന്റെ പിന്നാലെ അടക്കാൻ പിള്ളേച്ചന്റെ ജീവിതം പിന്നെയും ബാക്കി. ഓ സ്വാമി ജാമ്യം ഒന്നല്ലടി. ഇന്ന് മെർലി മൺറോ മരിച്ച ദിവസം എന്റെ ദുഃഖാചരണത്തിന് ഇട്ടതാ. അങ്ങോട്ടേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഒന്നേ ഷാപ്പിൽ കാണും, ഇല്ലേ പാർട്ടി ഓഫീസിൽ കാണും. വിളിപ്പിക്കണോ? ഓ ചുമ്മാ കാപ്പി എടുക്കട്ടെ?
അല്ലേ വേണ്ട, ഇപ്പൊ ചെന്നാലേ നല്ല ചെത്തുകൾ കിട്ടും. പേടിപ്പിക്കണേ. നീ ഒന്ന് അടങ്ങെന്റെ ഉഷേ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. നൈറ്റിയിലായോണ്ടാ സാരി എടുത്ത് നല്ല മുറ്റ് ഗ്ലാമറാ. സാരി എടുക്കാൻ പറഞ്ഞു കൊടുക്കും. കാണോ? ഏത് സാരി വേണം? കാഞ്ചീപുരം വേണം, ബനാറസ് വേണം, സിൽക്ക്? അയ്യടാ സിൽക്ക്. ഒന്നേ ഇടി, അതെ 2 ദിവസത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു നല്ല പെങ്കൊച്ചിനെ വേണം. തുണിക്കടയിൽ നിൽക്കുന്ന 1-2 ഉണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. സേഫ് ആയിട്ട് കൊണ്ടുവിടാന്നേ. ആ അല്ല, ഇന്നലത്തെ എനിക്ക് ആന വേണമെന്നല്ലേ പറഞ്ഞേ. ഇപ്പത്തെ കൊച്ചു പെൺപിള്ളേരും അതിനകത്ത് താലപ്പൊലി എടുക്കാൻ പിന്നെ പെങ്കൊച്ചു വേണ്ടേ? കിട്ടിയോ? എന്നാ ശരിയടി, ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം. നീ വെച്ചോ. 1-2 ഉണ്ട് സാറേ, പക്ഷെ വൈകിട്ടത്തേക്ക് വീട്ടിൽ കിട്ടണം. അതെങ്ങനെ ശരിയാവുന്നേ? ഇനി പെന്നായി. ഞാൻ വന്നാ മതിയോ? എന്റെ ഉഷ, ഇത് നല്ല കൊച്ചു പെമ്പിള്ളേരൊക്കെ വേണ്ട ഏർപ്പാടാ. സാറിന്റെ ഏർപ്പാടല്ലേ? എനിക്കറിയാവുന്നതല്ലേ. ഓ, പണ്ടൊരിക്കലേ എന്നെ കൊണ്ടൊന്ന് പോയതാ. ഞാനാണേൽ അന്ന് ഫീൽഡോട്ട് ഇറങ്ങുന്ന സമയമാ. എന്നിട്ടേ എന്നാ ചെയ്തെന്നറിയാവോ? മേല് മുഴുവൻ എണ്ണ തേപ്പിച്ചു വെച്ച് ടേപ്പ് റെക്കോർഡിലെ ഒരു പാട്ട് അങ്ങോട്ടേക്ക് ഇട്ടു. എന്നാ പാട്ടാ? ആത്മവിദ്യാലയമേ എന്നിട്ട് എന്നോട് പറയുവാ ഡാൻസ് ചെയ്തോളാൻ. എനിക്കിപ്പോഴും അതൊന്നും ഓർക്കാൻ മേലേ. അതുപോട്ടെ, നീ എന്നേലും ഒരു വഴി പറയടി. നമ്മുടെ ദാസപ്പാപ്പയുടെ കയ്യില്ലേ പുതിയ 1-2 വന്നിട്ടുണ്ടെന്നാ കേട്ടെ. ഒന്ന് ചോദിച്ചു നോക്ക്. ദാസപ്പാപ്പി, കാട്ടിലുള്ള പക്ഷികൾ നാട്ടിൽ വരുത്തി ചിലർ കാട്ടിക്കൂട്ടും കൊപ്രായങ്ങൾ കണ്ടുപോകണേ നിങ്ങൾ, കേട്ടുപോകണേ നിങ്ങൾ. കുട്ടിപ്പോ നിന്നെ അമ്പലത്തേക്കാണോ? അമ്പലത്തിൽ കയറാൻ പറ്റില്ല. പിന്നെ ഹിന്ദുക്കൾക്ക് അതെ, സ്വന്തം പിതാവിനെ, അതായത് താതനെ നിങ്ങൾ എന്നാ വിളിക്കുന്നത്? അച്ഛാന്നല്ലേ? ഞങ്ങൾ ക്രിസ്ത്യാനികൾ അപ്പാന്നാ. അവിടെയാണ് ഞങ്ങളും ഹിന്ദു ദൈവങ്ങളും നമ്മളൊരു കണക്ഷൻ കിടക്കുന്നത്. ഏറ്റുമാനൂരപ്പൻ, തിരുനക്കരപ്പൻ, വൈക്കത്തപ്പൻ, അയ്യപ്പൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അല്ലാതെ ഏറ്റുമാനൂരച്ഛൻ, വൈക്കത്തച്ഛൻ, തിരുനക്കരച്ഛൻ എന്നല്ലോ വിളിക്കുന്നത്. അപ്പൊ ഞാൻ അമ്പലത്തിൽ കയറാൻ മേലേ? പിന്നെ എന്നെ ആക്കിയാ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു.